ഭക്ഷണത്തിന്റെ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ വിലയോ ഉറങ്ങുന്ന വീടിന്റെ വലിപ്പമോ അല്ല. ഏതു തരത്തിലാണേലും സന്തോഷമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതാണ് ജീവിത വിജയം. എന്നും കൂടെയുണ്ടാവുമെന്ന് വാക്ക് നൽകി ഉപേക്ഷിച്ചു പോയവരെയല്ല, ഒരു വാക്കും നൽകാതെ ഒരു നിബന്ധനകളും വെക്കാതെ കൂടെ നിൽക്കുന്നവരെയാണ് ചേർത്തു നിർത്തേണ്ടത്. മുഖത്ത് നോക്കി കാര്യം പറയാതെ അവിടെയും ഇവിടെയും പോയി തോന്നിയത് പറയുന്ന ചിലരുണ്ട്. അവരെ വിശ്വസിക്കരുത്. അവർ കൊടും വിഷമാണ്. ഇന്ന് എന്നെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ നാളെ നിങ്ങളെ പറ്റിയായിരിക്കും. സൂക്ഷിക്കുന്നത് നല്ലതാണ്. മറന്നുകളയുക. മരിച്ച മനുഷ്യനെയും മരണത്തോളം വേദന നൽകി ജീവിതത്തിൽ ഒറ്റപ്പെടുത്തിയവരെയും. സഹായിക്കുക എന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല, വാക്കുകൾ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഉപദ്രവിക്കാതെ ഇരിക്കുന്നതും വലിയ സഹായം തന്നെയാണ്. എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്നല്ല, എനിക്കു നേടാനാവാതെ പോയത് മറ്റൊരാൾക്ക് നിഷേധിക്കപ്പെടാതിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നാം മനുഷ്യരാവുന്നത്. കലഹപ്രിയയായ ഒരു ഭാര്യയ്ക്ക് സ്നേഹം കൂടുതലായിരിക്കും. ഒത്തിരി നല്ല കാര്യം ചെയ്തിട്ടും ഭർത്താവ് അതേക്കുറിച്ച് ഒരു വാക്കുപോലും പുകഴ്ത്തി സംസാരിച്ചില്ലെങ്കിൽ തന്നെ കൂടുതൽ ശ്രദ്ധിക്കുവാൻ അവൾ തേടുന്ന എളുപ്പവഴിയാണ് ഈ വഴക്കുണ്ടാക്കൽ. പ്രാർത്ഥിക്കുക. നമ്മൾ ഉദ്ദേശിച്ചത് നടക്കും വരെ. പടച്ചോൻ ചിലപ്പോൾ ഒരുപാടങ്ങ് പരീക്ഷിക്കും, എന്നാലും നമ്മെ ഉപേക്ഷിക്കില്ല.